ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു ലോൺ ആപ്ലിക്കേഷനാണ് ഈ ചാനലിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2 മാസമായിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ട്. സോ ഏതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറയുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. പക്ഷേ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പോവുക. സോ ആപ്ലിക്കേഷൻ ഇതാണ്, നമുക്ക് ആദ്യം നോക്കാം. പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓറിഷ് ലോൺ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. 4.6 സ്റ്റാർ റേറ്റിംഗും 10K+ ഡൗൺലോഡൊക്കെ ഈ ആപ്ലിക്കേഷനകത്ത് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത് ജൂൺ 5, 2026 ഓൾമോസ്റ്റ് 2 മാസമായിട്ടുള്ള ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ട് RBI രജിസ്റ്റർഡ് NBFC വഴി തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഓറിഷ് ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ NBFCയുടെ പേര് വരുന്നത്. NBFCയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് RBIയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ഈ ഒരു NBFC ലിസ്റ്റഡ് ആണ്. സോ താഴെ വരുവാണെങ്കിൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സാലറി അഡ്വാൻസും ഒന്ന് പേഴ്സണൽ ലോണും. സാലറി അഡ്വാൻസ് നമുക്ക് 5,000 തൊട്ടിട്ട് 25,000 വരെ തരുന്നൊരു ലോണാണ്. റീപേയ്മെൻറ്റ് നമുക്ക് 90 ഡേയ്സ് വരെയാണ് വരുന്നത്. പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് 10,000 തൊട്ട് 7 ലക്ഷം വരെ കിട്ടുന്ന ലോണാണ്. 60 മാസം വരെ റീപേയ്മെൻറ്റ് ടെന്യൂറും കിട്ടും. ഇൻട്രസ്റ്റ് നമുക്ക് 12 തൊട്ട് 30% വരെയാണ് വരുന്നത്. പ്രോസസ്സിംഗ് ഫീസ് നമുക്ക് അപ് ടു 15% വരെയും വരുന്നുണ്ട്. പിന്നെ താഴെ ലോണിൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വരുവാണെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ മൊബൈൽ നമ്പറും ഇമെയിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് ലോൺ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഓറിഷ് ലോൺ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓറിഷ് ലോൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അവിടെ ഫസ്റ്റ് തന്നെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ശേഷം നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനകത്തേക്ക് OTP വരും. അങ്ങനെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇമെയിൽ ID കൊടുക്കാനായിട്ട് പറയും. ശേഷം താഴെ സെൻഡ് വെരിഫിക്കേഷൻ കോഡ് എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ വെരിഫിക്കേഷൻ കോഡ് കൊടുത്ത് ഇമെയിൽ വെരിഫൈ ചെയ്യുക. ശേഷം അടുത്ത പേജിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ വരും. അവിടെ നമുക്ക് സാലറി അഡ്വാൻസ്, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് പറ്റും. ഇവിടെ സാലറി അഡ്വാൻസ് മാത്രമാണ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ബാക്കി രണ്ടും ക്ലോസ് ആയി കിടക്കുവാണ്, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. താഴെ മെനുവിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹെൽപ്പ് സെൻറ്റർ ഉണ്ട്. അവിടെ കസ്റ്റമർ കെയറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ സാലറി അഡ്വാൻസ് ക്ലിക്ക് ചെയ്തിട്ട് ലോൺ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് നെയിം ഓൾറെഡി കാണിക്കും. ശേഷം ഫാദറിൻ്റെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, റെസിഡൻഷ്യൽ ടൈപ്പ്, എഡ്യൂക്കേഷൻ ടൈപ്പ്, അതേപോലെ പിൻകോഡും മന്ത്ലി സാലറിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷനോട് റിജക്റ്റ് ആയിപ്പോയി. നവംബർ 2 റീഅപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 മാസം വെയിറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ശേഷം താഴെയായിട്ട് ഓഫേഴ്സ് പിക്കഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് 25 ലോൺ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് താഴെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇൻട്രസ്റ്റ്, ടെന്യൂർ, ലോൺ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ബിഫോർ സാലറി, ഹീറോ ഫിൻകോർപ്പ്, ക്രെഡിറ്റ് സി പോലുള്ള ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വളരെ ഷോർട്ട് ടെന്യൂറിൽ കിട്ടുന്ന ലോൺ ആപ്ലിക്കേഷനും പിന്നെ നമ്മൾ കാണാത്ത കുറേ ലോൺ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ടെന്യൂർ എന്നൊക്കെ പറഞ്ഞാൽ 1545 മാസമൊക്കെയാണ് കാണിക്കുന്നത്. സോ ഇതൊക്കെ ജെനുവിൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. എനിക്ക് ജെനുവിൻ ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, എന്നാൽ ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണോ എന്ന് അറിയാത്ത കുറേ ആപ്ലിക്കേഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇൻ കേസ് റിജക്റ്റ് ആയി പോവുകയാണെങ്കിൽ ഈ കാണുന്ന ആപ്ലിക്കേഷനിലൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഇനി അപ്രൂവ് ആവുകയാണെങ്കിൽ അടുത്ത പേജിലോട്ട് പോകും. അവിടെ നിങ്ങളുടെ വർക്ക് ഡീറ്റെയിൽസും അഡ്രസ് ഡീറ്റെയിൽസും ആധാർ KYC കംപ്ലീറ്റ് ചെയ്ത് എമൗണ്ട് അപ്രൂവൽ കാണിക്കും. ശേഷം ഓട്ടോ ഡെബിറ്റ് കൊടുത്തുകൊണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിന് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 10,000 അവൻ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത്. 10,000 അപ്രൂവായി. 30 ദിവസത്തെ ഷോർട്ട് ടെന്യൂർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 1% പെർ ഡേ വരുന്നത്. നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് 10%, 1,000 രൂപ കട്ടാവും. പിന്നെ നമുക്ക് GST 150 രൂപ കട്ടായിട്ട് 8,820 രൂപയാണ് അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആകുന്നത്. ഇൻട്രസ്റ്റ് നമുക്ക് 3,000 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. ടോട്ടൽ റീപേയ്മെൻറ്റ് 13,000 രൂപ വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമ്മളൊരു മാസം കൊണ്ട് 4,180 രൂപയോളം തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. സോ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഹൈ ഇൻട്രസ്റ്റ് ആണ്. നമുക്കൊരു മാസം കൊണ്ട് 4,000, 4,200 രൂപയോളം തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. അതിലും പേര് നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ്. വളരെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറവാണെന്നുണ്ട്, നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത്രയും ഇൻട്രസ്റ്റിൽ ലോൺ എടുക്കേണ്ട കാര്യം വരുന്നില്ല. സോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആപ്പ് ജെനുവിനാണ്, ലോണും കിട്ടും. സോ ട്രൈ ചെയ്ത് നോക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.